എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. മർദ്ദനം മുദ്രാവാക്യമാണല്ലോ DYFIയുടെ മുഖമുദ്ര. ഈ സാജൻ സ്കറിയ എന്ന ഒരു മാധ്യമപ്രവർത്തകനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നറിയാനിടയായി. ഇതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. സ്വന്തം ഭാര്യയെ അടിനാവിൽ ചവിട്ടി പരിക്കേൽപ്പിച്ച് മറ്റൊരുത്തിയെ തേടിപ്പോയ കഥകൾ ഉള്ളവരാണ് ഈ DYFIയിൽ ഉള്ളത്. അവരൊക്കെ ഇതിനപ്പുറവും കാണിക്കും. അവർ നേതൃത്വം നൽകുന്ന ഒരു വലിയൊരു സംഘടനയാണല്ലോ ഈ മർദ്ദനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇത് സാധാരണ സംഭവം. കേരളത്തിൽ ഇതിനു മുമ്പ് പലതും കേട്ടിട്ടുണ്ട്. ഇത് പലതും കൊല, വെട്ടിയെരിയൽ, കുത്തുക, മർദ്ദിക്കുക, ഇതെല്ലാം ഇവരുടെ ഒരു മുഖമുദ്ര. ഇത് മാത്രം ഇവർക്കുള്ള ഏതോ ഒരു എന്താ പറയുക, ഇവർക്ക് കാരണങ്ങളൊന്നും വേണ്ട. ആര് സത്യങ്ങൾ വിളിച്ചു പറയുന്നോ, ആര് ശരിയായ മാധ്യമധർമ്മം നടത്തുന്നോ അവരെ മാക്സിമം ഒതുക്കുക. ഇത് മാത്രമുള്ള ഇവരുടെ ഉദ്ദേശം. കാരണം ഇവർക്കുള്ള അണികൾക്കുള്ള എല്ലാ പ്രചോദനങ്ങളും കിട്ടുന്നത് കാപട്യം നിറഞ്ഞ കുറച്ച് പേരുടെ നേതൃത്വ നിരയാണ്. അവർ എന്ത് നിർദ്ദേശിച്ചാലും അതിന് ആ സംഘടനയിലുള്ളവർ തയ്യാറാകും. അതിൻ്റെ വരും വരായികൾ ഇവർ അറിയില്ല. ഇനി ഇവരെ സംരക്ഷിക്കാൻ ഇവരുടെ പാർട്ടിക്കാരുണ്ടാകും, അവരുടെ മന്ത്രിമാരുണ്ടാകും, കോടികൾ അവർ ചിലവഴിക്കും, ഒക്കെ ചെയ്യും. എന്നാൽ ഈ അധർമ്മന്മാർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. നീയൊക്കെ എന്ത് ചെയ്താലും ഇതിൻ്റെ 100 ഇരട്ടി 10 മടങ്ങായി നിൻ്റെ ഇനി വരുന്ന തലമുറകൾ അനുഭവിക്കും, നിൻ്റെ കുടുംബം. തീർച്ചയായിട്ടും ഇഞ്ചി ചെയ്യേണ്ട. അന്നൊക്കെ നീയൊക്കെ ശക്തി ക്ഷയിച്ച് എവിടെയെങ്കിലും റോഡിൽ കിടക്കുകയായിരിക്കും, ആരും മൈൻഡ് ചെയ്യില്ല. അന്നൊക്കെ ഈ എങ്ങനെയായിരിക്കും കാലങ്ങൾ മാറുക എന്ന് അറിയാനും പറ്റില്ല. കാലങ്ങൾ എല്ലാത്തിനും ഒരു മാറ്റം വരും. ഇതിൽ ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയത് സാജൻ സ്കറിയയ്ക്ക് തന്നെയാണ്. സാജൻ സ്കറിയ മർദ്ദനത്തിനിരയായി അത് മൂലം സാജൻ സ്കറിയയുടെ ആ ചാനലും മറ്റും കുറച്ചുകൂടെ കൂടുതൽ ഓടികൾ നല്ല പ്രസക്തിയിലേക്ക് ഉയരും. അതിനാണ് ഇവർ ചെയ്തത്. അദ്ദേഹത്തിന് കുറച്ചെന്തോ പരിക്കുകൾ പറ്റി, ഖേദിക്കുന്നു. അദ്ദേഹം എത്രയും വേഗം സുഖമായി തിരിച്ചു വരട്ടെ. നിങ്ങൾ സാജൻ സ്കറിയോട് ഒന്ന് പറയുന്നു, നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ധാർമ്മികത, നിങ്ങൾ നിങ്ങളുടെ ഒരു ലക്ഷ്യമായി നിങ്ങൾ കൊണ്ടു നടക്കുന്നു. അതെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഒരു യഥാർത്ഥ മാധ്യമപ്രവർത്തകന് സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകുന്ന ഈ സത്യം വിളിച്ചു പറയുന്ന മാധ്യമപ്രവർത്തകർക്കാണ്. ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തിയ പലരും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഈവൻ അവരെ മനഃപൂർവ്വം വധിച്ച ചരിത്രമാണ് ഇന്ന് ഇവർക്കൊക്കെ ഉള്ളത്. അത് എല്ലാവരും മറന്നിരിക്കുകയാണെങ്കിലും എല്ലാവരും മറന്നത് ഓർക്കുന്ന മറ്റൊരു കൂട്ടരും കാണും. എന്തായിരുന്നാലും പോകുന്ന വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിച്ച് പരിക്കേൽപ്പിച്ച് ഗ്രൂപ്പായി ചേർന്ന് ഒരാളെ മർദ്ദിക്കുക എന്ന് പറയുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല. അത് വളരെ മോശമായ ഒരു ഹീനപ്രവൃത്തിയാണ്. എങ്കിലും ഇതെല്ലാം കേരളത്തിൽ കാണേണ്ടി വരുന്നു. ഇനിയിപ്പോൾ ഉത്സവ നാളുകളാണ്. ഇനിയിപ്പോൾ കാണാൻ പറ്റും മയക്കുമരുന്നിൻ്റെയും കള്ളച്ചാരായത്തിൻ്റെയും ഒക്കെ ഒരു ശരിക്കുള്ളൊരു വിതരണ ശൃംഖല തന്നെ ഇവിടെ സജീവമായി ഇരിപ്പുണ്ട്. അതൊക്കെ കൊടുക്കും. അതായത് വിരലിൽ എണ്ണാമെന്നുള്ള കുറേ എക്സൈസ് സംഘങ്ങളെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. കാരണം അത് ശരിക്കുള്ള ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിനു വേണ്ട നല്ലൊരു ഗ്രൂപ്പ് തന്നെ വേണം. അതിനുള്ള യാതൊരു സാഹചര്യം ഇവിടെ ഇല്ല. ഇത് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ പരിധിയിൽ 2 3 ആൾക്കാർ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ ഏതെങ്കിലും കേസ് അന്വേഷിച്ച് പോയി കഴിഞ്ഞ് ഇവരെ മാൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. ഈ മയക്കുമരുന്ന് ലോബി എന്ന് പറഞ്ഞാൽ ഇവരെക്കാളും വലിയ സ്ട്രോങ് ആണ്. അവരൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇറ്റ് ഈസ് വെരി ബാഡ്.
അവരുടെ ജീവൻ തന്നെ അപകടത്തിലായതുകൊണ്ട് എന്താ പറയുന്നത്, ഉദ്യോഗസ്ഥർ കഴിയുന്നത് ഇങ്ങനെയുള്ള ഈ അബദ്ധങ്ങൾ പോയി പറയില്ല. കാരണം നേതാക്കന്മാരാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. നേതാക്കന്മാർ എന്ത് വിചാരിച്ചാലും അതേ നടക്കൂ. അല്ലാതെ ഈ ജോലി ചെയ്യുന്ന, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന, തൻ്റെ ലക്ഷ്യങ്ങൾ സാധീകരിക്കുക, തൻ്റെ ഡ്യൂട്ടി നല്ല രീതിയിൽ ചെയ്യണം എന്ന് നിശ്ചയദാർഢ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പീഡനമേ കിട്ടാൻ വഴിയുള്ളൂ. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ മാധ്യമ പ്രവർത്തകരോടും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോടും ഒക്കെ പറയുന്നു, നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് എന്തും സംഭവിക്കാം. അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്ന കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകരായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. എങ്കിൽ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിഘ്നം വരുത്താതെ മുന്നോട്ട് പോകുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.